ഹായ് ഡിയേഴ്സ്. അപ്പം ഇന്ന് നമുക്ക് ഒരു മീൻകറി ഉണ്ടാക്കാം. അത് വെറും മീൻകറിയല്ല, നല്ല കുടംപുളിയിട്ട മുളകിട്ട കിടിലം മീൻകറി. അതിന് ഞാൻ എടുത്തിട്ടുള്ള കേരമീൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി അതിനു വേണ്ടി ഒരു തക്കാളി, ഒരു സവോള, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക് ഇവയെല്ലാം ചോപ്പറിൻ്റെ അകത്തിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിനി എന്ത് ചെയ്യണം? നമുക്ക് ചട്ടി വച്ചേക്കാം. ചട്ടി വെള്ളമൊക്കെ മാറി ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് സാധാരണ പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം കുറച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഞാനിവിടെ കടുക് ഇടുന്നില്ല, പകരം ഉലുവയാണ് ഇടുന്നത്. അപ്പം കുറച്ച് ഉലുവ എടുത്ത് കറിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ ചോപ്പ് ചെയ്തിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവേ. ഈ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴണ്ടി വരും, ഒരുപാട് ടൈം എടുക്കൂല. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ടേ. എനിക്ക് നല്ല ഇഷ്ടമാണ് കറിവേപ്പിലയുടെ സ്മെല്ലും അതിൻ്റെ ചുവയൊക്കെ. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ അങ്ങോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് പിന്നെ ഉപ്പ് നീര് ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. ഞാൻ 2 ടൈപ്പ് മുളക് പൊടി ഇടുന്നുണ്ട്. ഒന്ന് നമ്മുടെ സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.25 ടീസ്പൂണോളം മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. എന്നിട്ട് പൊടിയുടെയൊക്കെ പച്ചമണം മാറാൻ വേണ്ടി ഇവയെല്ലാം എടുത്തിട്ട് നല്ല വൃത്തിയിൽ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണേ. അപ്പം ഇവിടെ ഏകദേശം നമ്മുടെ ഇത് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1.5 കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചാറ് എത്രയാണോ വേണ്ടേ അതിന് വേണ്ടിയിട്ടുള്ളത് ഒഴിക്കണം കേട്ടോ വെള്ളം. എന്നിട്ട് നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 കുഞ്ഞു പീസ് കുടംപുളി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം ഇട്ട് കഴിഞ്ഞ് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കാനേ പാടുള്ളൂ. ഇത് പിന്നെ കിളിമീനൊന്നും അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കിളിമീനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവില്ലേ. അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. മീൻകറിക്ക് പിന്നെ ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, ചെറിയ വേവല്ലേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ നമ്മുടെ കറി തെളിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഊറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ എൻ്റെ വീഡിയോ കണ്ടേ. അപ്പോൾ അടുത്ത് സ്ക്രോൾ ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. ഓക്കെ, ബൈ ബൈ. Bye bye.